എന്താ നാടാ ഇത്? അല്ല, ഞാൻ കാത് ചൊറിഞ്ഞതാ. അപ്പൊ ചേട്ടൻ പുഷ്പൻ ചേട്ടന്റെ ഫ്രണ്ടാണ്. എന്ത് പോടാ പോടാ. അയ്യേ, എന്നെ പോടാന്നാ. ആഹാ, ഞാൻ കാണിച്ചു തരാം. എന്നെ ഒന്ന് സഹായിക്കണം, പെട്ടുപോയി. ഓ, വന്ന് മാധവൻപിള്ള യമധർമ്മം വന്ന് എന്നെ കൊണ്ടുപോവാൻ. എന്താന്ന് വെച്ചാ തെളിച്ച് പറ. അതെ, കുറച്ച് കാശ് എങ്ങനെയും അറേഞ്ച് ചെയ്ത് തരണം. കാശ് 10 മതിയോ? അയ്യോ, 20,000 രൂപ. എത്ര? 20,000 രൂപ കിട്ടിയേ പറ്റൂ. അത് ശരി, 20,000 രൂപ. അതെ. അപ്പൊ രാത്രി യാത്രയല്ലേ? ചതിക്കല്ലേ, കുറച്ച് കാശ് പലിശക്കെങ്കിലും എടുത്തു തന്നെ പറ്റൂ. പ്ലീസ് പ്ലീസ്. അത്ര ബുദ്ധിമുട്ടായതുകൊണ്ടായിട്ടാ. അല്ല പുഷ്പ, നടന്നു വാ, എന്നെ സഹായിക്കൂ. മാധവൻപിള്ള വിചാരിച്ചാലേ നടക്കൂ, അതുകൊണ്ടാ. ശരിയാക്കാം. പുഷ്പ, എടാ പുഷ്പ. അയ്യോ, 2 ദിവസം കഴിഞ്ഞു, കാശ് തരാതെ പറ്റിക്കാൻ നോക്കുകയാണല്ലേ. എന്റെ വീട്ടുകാർ തെമ്മാരത്തിനെ കാണിക്കുന്നുണ്ടോ? ഈ വീട്ടിലെ പുഷ്പൻ 20,000 രൂപ ബാങ്കിനെ പറ്റിച്ചിരിക്കുക. പണം പിരിക്കാമെന്ന ഗുണ്ടയാ ഞാൻ. ക്രെഡിറ്റ് കാർഡ് വെച്ച് കണ്ടതൊക്കെ പർച്ചേസ് ചെയ്ത് കൂട്ടി, വരുമാനം അറിയാതെ ചെലവാക്കി. അവസാനം കാശ് ചോദിച്ചപ്പോ അവധികൾ പലതും പറഞ്ഞു. പറഞ്ഞ അവധികളെല്ലാം കഴിഞ്ഞു. ഇനി അവൻ അധികം പറയേണ്ടി വരില്ല. സംസാരിക്കാൻ ഇറങ്ങി പോടാ. ഇറങ്ങിപ്പോവാം അവരെ കൊണ്ട്. സാർ ഇതിൽ ഇടപെടരുത്. പുഷ്പ, വേണ്ട വേണ്ട, എന്നെ ഒന്നും ചെയ്യില്ല. എന്നെ കൊല്ലരുത്, എന്നെ കൊല്ലരുത്, എന്നെ കൊല്ലരുത്. വേണ്ട, ഞാൻ പൈസ അടച്ചോളാം. എന്നെ കൊല്ലരുതെന്ന് പറ കൊച്ചമ്മ, എന്നെ കൊല്ലരുതെന്ന് പറ സാറേ. എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഞാൻ ഇവന്റെ ശിക്ഷ നടപ്പാക്കാൻ പോവുക. വേണ്ട, എന്നെ കൊല്ലരുത്. എന്താടാ എന്താടാ പുഷ്പ, എന്താ നീ കിടന്ന് നിലവിളിച്ചേ? ഒന്നുമില്ല. എന്ത് സ്വപ്ന കണ്ടേ? സാരല്ല, നാമം ജപിച്ച് കിടന്നു. ഇതെവിടെ പോയി കിടക്കുന്നയാള്? പേടിപ്പിക്കല്ലടാ. സാങ്കുട്ടി, പുഷ്പൻ ചേട്ട അനുഭവിക്കുന്നതിന് നമ്മളും കൂടെ ഉത്തരവാദികളാണ്. നമ്മളെങ്ങനെയാണ് ഉത്തരവാദി? ക്ലോസ് ചെയ്തു. പുഷ്പ, നിന്റെ പ്രശ്നങ്ങളൊക്കെ തീർത്തിട്ടുണ്ട്. സമാധാനമായല്ലോ. അന്നേ ഇവന് ഓരോന്ന് പർച്ചേസ് കള്ളത്തൻ താക്കോലിട്ട്